ഹലോ. ഹലോ. അവച്ചിയെ, എന്തോയി? അനക്ക് എന്താടോ പറ്റിയേ? ഇതിനും വലുത് ഇനി എന്ത് പറ്റാനാ? അപ്പൊ അനക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ. എന്താ പറ്റിയേ? ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. എന്നെ കളിയാക്കിയതാന്ന് എനക്ക് മനസ്സിലായിക്കൊന്നു കേട്ടോ കുരുപ്പേ. അതെങ്കിലും മനസ്സിലാവാൻ പറ്റിയല്ലോ. അതല്ല, ശരിക്കും ചോദിച്ചതാ, ഈ എന്താടോ ഒരു ദേഷ്യത്തിലൊക്കെ? ഭയങ്കര ദേഷ്യമാണല്ലോ ഇപ്പോ. അതിടക്ക് എന്റെ സ്വഭാവം മാറുമ്പോ. അതെനിക്കറിയാം, സ്വഭാവം മാറുമെന്നറിയാം. സ്വഭാവം മാറുമ്പോ അല്ലേ സാധാരണ ദേഷ്യം വരണത്. അനക്കെന്താ പറ്റിയേ? എനിക്കെന്തോ പറ്റാനാ? എന്നെ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ വീട്ടില്? ഇന്നാരും വഴക്ക് പറയാനാ? ആരും ഒന്നും പറഞ്ഞില്ല. പിന്നെ ആരും പറഞ്ഞില്ല, നിങ്ങളല്ലാണ്ട്. ആരെങ്കിലും തല്ലൂടെ വന്നോട്? വന്നു. അതാരാ? നിങ്ങള്. എല്ലാതും ഞാനാണോ? വീട്ടിലൊരു പ്രശ്നവുമില്ല? വീട്ടിലൊരു പ്രശ്നവുമില്ല. ഭയങ്കര ഹാപ്പി അല്ലേ? ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഞാനാണ് എനക്ക് പ്രശ്നം ഉണ്ടാക്കിയത്. തന്നെ. അപ്പൊ ഞാൻ തന്നെ അല്ലേ പരിഹാരം കണ്ടത്? നിങ്ങൾ തന്നെ പരിഹാരം കാണണം. ഇനിയിപ്പോ എന്താ പ്രശ്നം ഉണ്ടാക്കിയത്? ഞാന് അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഫോൺ വിളിക്കുമ്പോ ഇടയ്ക്ക് രണ്ട് വഴക്ക് പറയാൻ പോലും എനിക്ക് ഫ്രീഡം ഇല്ലടോ. അപ്പേ ഇടയ്ക്കൊക്കെ എനിക്ക് പിണങ്ങാനുള്ള ഒരു ഫ്രീഡം ഇല്ലൂടെ? അതുണ്ട്. അതുപോലെ തന്നെ എനക്കെന്തെങ്കിലും പറഞ്ഞാല് കുഴപ്പമുണ്ടോ? പിന്നെന്തിനാടോ ഇങ്ങനെ ദേഷ്യമൊക്കെ കാണിക്കണം? എപ്പോ വിളിച്ചാലും മുഖം കാണുമ്പോ തന്നെ പേടിയാവും. എന്താണ് ആവശ്യ? പ്രത്യേകിച്ചൊന്നുമില്ല. പെട്ടെന്നൊരു ശ്വാസം പിടിച്ചോ. അങ്ങനൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. എന്തോ ഉണ്ട് മനസ്സിൽ കാര്യമായിട്ട്? കാര്യമായിട്ട് ഒരുപാടുണ്ട്. കാര്യമായിട്ട് ഒരുപാടുണ്ടാ? എനിക്ക് തരാനുള്ളതാ? നിങ്ങള് വാ, വന്നിട്ടൊന്നും കാര്യമായിട്ടൊന്നും തരാന്. എന്തെന്നാ വച്ചി സമ്മാനം? അതിവിടെ വന്നിട്ട് അറിഞ്ഞവരൊക്കെ. എന്നാലും ഇപ്പൊ കേൾക്കുന്ന രസമല്ല, പക്ഷെ ഒന്ന് പറഞ്ഞ കേൾക്കട്ടെ. അതിന്റെ ത്രില്ല് പോവും കേട്ടാലേ. ഇല്ല, എനിക്ക് അതിന്റെ ത്രില്ല് പോവില്ല. ഈ പറയുമ്പോഴാണ് എനിക്ക് ത്രില്ല് കൂടുന്നത്. അങ്ങനെ ത്രില്ല് വന്ന് വന്ന് നിങ്ങൾ ഇങ്ങനെ വരട്ടെ. എനിക്ക് തോന്നുന്നതേ ഇത് വേറെ എന്തോ ഉഡായിപ്പാന്ന് തോന്നുന്നുണ്ട്. ഉഡായിപ്പൊന്നുമില്ല, സത്യവാ. സത്യം മാത്രല്ല എൻ്റെ ആവശ്യം എൻ്റെ അടുത്ത് പറയത്തുള്ളൂ. അതെനിക്ക് നന്നായിട്ട് അറിയാം. കള്ളം പറയല്ല കുരുപ്പേ, എനിക്കറിയാം. എല്ലാം എനിക്കറിയാം. അറിയാലോ, പിന്നെ ഇതിനെ ചോദിക്കണേ? എൻ്റെ സ്വഭാവത്തിനെ കുറിച്ചേ 2 വാക്ക് പറയാൻ പറഞ്ഞാൽ ഞാൻ 2 അല്ല 2000 വാക്ക് പറയും. അതെനിക്കറിയാലോ, ഒരുപാടുണ്ടാവും. പിന്നെ വിസ്തരിച്ച് പറയാനില്ലേ? പാവം കുട്ടിയാണ്, സുന്ദരി കുട്ടിയാണ്, നല്ല സ്നേഹമുള്ള കുട്ടിയാണ്, എപ്പോഴും എന്നെ വിളിക്കും, ശല്യപ്പെടുത്തും. അങ്ങനെയൊന്നുമില്ല ആച്ചി, അതൊക്കെ ഒരു ഫോർമാലിറ്റി അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണ്. ശരിക്കും ശരിക്കും എനക്ക് എന്നോ ഇഷ്ടമുണ്ടോ? ശരിക്കും ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ നിങ്ങളുടെ അടുത്തേക്ക് വന്നേ? അതല്ലടോ, ഇപ്പൊ ശരിക്കും ഇഷ്ടമുണ്ടോ? ഇഷ്ടമുള്ളതുകൊണ്ടാണ് നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശല്യപ്പെടുത്താൻ വിളിച്ചിട്ട്. ഇപ്പൊ ഇഷ്ടം കുറയുമ്പോയോ? ഇഷ്ടം കുറയുമ്പോ വിളി കുറയും. പഠിച്ചവനെ, അപ്പൊ ഇന്നലെ അതാണ് വിളിക്കാന്നല്ലേ? അതൊന്നുമല്ല, ഇന്നലെ ഞാൻ പിണക്കത്തിലായിരുന്നില്ലേ? കള്ളം പറയല്ല കുരുപ്പ, വീണ്ടും നീ എന്നോട് സത്യം പറയ്. സത്യം. എന്നോട് ഇന്നലെ ഒട്ടും ഇഷ്ടം കുറഞ്ഞില്ല, ഞാൻ അത്രയും വഴക്ക് പറഞ്ഞിട്ട്. അതെന്താ പറയാന്നേ? അതെനിക്കറിയാം, എന്റെ മിസ്റ്റേക്ക് തെറ്റ് കയ്യിലുണ്ട്. പിന്നെ ഇപ്പൊ ഭയങ്കര പഠിത്തമൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ എല്ലാം ഇംഗ്ലീഷിലല്ലേ പറയുള്ളൂ. നമ്മള് പാവങ്ങള്. ആയിക്കോട്ടെ, ചുമ്മാ പറഞ്ഞേട്ടോ. ഞാൻ എന്നെ കളിയാക്കൂല ഇനി മേലാൽ. ഇത്ര നേരം ഇന്ന് കളിയാക്കിയപ്പോ എന്താ? ഞാനല്ല, അതെന്റെ നാട്ടിൽ നിന്ന് വീണു പോയതാ. അല്ല, നിങ്ങളെ പ്രേതായിരിക്കും. എനക്കുണ്ടില്ല അങ്ങനെയൊക്കെ. എന്തായാലും നല്ലതാ.